അത് 2019 നമ്മളുടെ ബാച്ചിലെ കുട്ടിയാണ് ആരോഗ്യം. ഓക്കെ, അത് കഴിഞ്ഞുകൊണ്ട് ഡിപ്ലോമ പഠിച്ചു പോയി. നമ്മൾ ആദ്യം പ്ലേസ് ചെയ്തു, അഗെയിൻ നമ്മളെ റീപ്ലേസ് ചെയ്തു. നല്ല തെറ്റില്ലാത്ത സാധ്യതയില് നമ്മൾക്ക് പാലക്കാട് പപ്പായ അല്ലേ, പപ്പായയില് സൂപ്പർവൈസർ കാറ്റഗറി വർക്ക് ചെയ്തു. എന്റെ വയസ്സിൽ പഠിച്ച എല്ലാവർക്കും ജോലി ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോന്നു. നിങ്ങൾ മൈൻഡിൽ മൈൻഡ് ഉണ്ടാവും ഇൻസിഡന്റ് പറയാൻ സെറ്റ് ചെയ്തു. വേറെ ഇൻസിഡന്റ് ഒട്ടാത്ത പ്ലേസ്മെന്റ് ഉള്ളൂ, അതിൽ രക്ഷപ്പെട്ടു. അത്ര ഇപ്പൊ ഇതിൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. വേറെ ഹൗസും ഡോക്യുമെന്റേഷൻ വർക്ക് ഷിപ്പിംഗിലൊക്കെ പഠിക്കണം, അതൊക്കെ എടുക്കാം. ഈ ഞാൻ പറയുക ഈ ലേഡീസ് മൊത്തം മെയിനായിട്ട് എടുക്കേണ്ടത് ഡോക്യുമെന്റേഷൻ എടുക്കാം. വേറെ ഹൗസ് എടുക്കേണ്ടത് പറയാൻ കാരണം അവിടെ ഫിസിക്കലി കുറച്ച് വർക്ക് വരും. അതായത് ഒരു സി വി എന്നുള്ളതായിട്ടും സ്റ്റോക്ക് ട്രാൻസ്ഫർ പഠിച്ചുകളായാലും നമുക്ക് ഫിസിക്കലി കുറച്ച് വർക്ക് വരും. അത് നിങ്ങൾക്ക് ചിലവർക്ക് ബുദ്ധിമുട്ടാവും, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ നമ്മൾ മൈൻഡിൽ ഡിസിഷൻ എടുക്കുമെങ്കിൽ വേറെ ഹൗസ് നമ്മൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ വർക്ക് യൂസ് ചെയ്യാം. ഡോക്യുമെന്റേഷൻ വർക്ക് എടുത്തുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ വർക്ക് എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക് ആയിട്ടുള്ള വർക്കുകളാണ്. അത് നല്ല സാലറി കിട്ടായിരിക്കും. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനിപ്പോ ഹൈദരാബാദ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പഠിച്ചെങ്കിൽ അവര് 35,000 രൂപ കൊണ്ടുവരും. അവൻ ഡോക്യുമെന്റേഷൻ വർക്ക് അവിടെ അവൻ അപ്രന്റീഷിപ്പ് ഏരിയയിൽ ഒരു 6 മാസത്തോളം വർക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ പ്ലേസ് ചെയ്യണം. പെർഫോമൻസ് കണ്ടിട്ട് അവിടെ പ്ലേസ് ചെയ്യണം. അവന്റെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളുണ്ട്. പിന്നെ ഞാൻ ഈ യൂജി പഠിച്ചിറങ്ങിയിട്ട് ഫസ്റ്റ് ഞാൻ കല്യാണ സെന്റർ വേറെ നടത്താറ് അവിടെ ഞാൻ ഫസ്റ്റ് കയറി. അവിടെ ഞാൻ 6 മാസത്തോളം ഞാൻ ട്രെയിൻ ചെയ്തത്. കൃത്യം 2000 ഉണ്ടായിരുന്നു. 6 മാസത്തോളം 2000 വർക്ക്. അത് ബിസിനസ് മാത്രമേ വരുന്നില്ല. പിന്നെ ഞാൻ പെർമനന്റ് ആക്കി. അപ്പൊ എനിക്ക് സാലറി 16,000, 2000 നിന്ന് 16,000 സാലറി. പിന്നെ ഞാൻ ഒരു 1.5 വർഷത്തോളം വർക്ക് ചെയ്തു. 1.5 വർഷത്തോളം വർക്ക് ചെയ്ത് പിന്നെ നമ്മള് പ്രോബ്ലം എന്തെങ്കിലും ചിന്തിക്കില്ല. നമുക്ക് ഇനി ഒരു നല്ല ലെവലിൽ ചിന്തിക്കില്ല. അപ്പൊ നമ്മള് സ്റ്റേറ്റ് വേറെ ഇന്റർവ്യൂവിൽ പോയി. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഇൻഫ്ര വർക്ക്, പാലക്കാട് വല്ലൂരുണ്ട് കഞ്ചിക്കോട് വാളയാറ് ഇൻഫ്ര വർക്ക് എന്ന് പറഞ്ഞ കമ്പനി. അവിടെ പപ്പായ ഫാക്ടറി സൂപ്പർവൈസറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. എനിക്ക് ഇപ്പൊ സാലറി എനിക്ക് 25 കിട്ടുന്നുണ്ട്. പ്ലസ് ഔട്ടില്ല, ഓവർ ടൈം വേജസ് അതങ്ങനെ ചെയ്യും. അപ്പൊ നമ്മൾ പറയാന്ന് വെച്ചാൽ ഈ ഇപ്പൊ പഠിക്കുന്ന പോലെ തന്നെ എന്താണ് ഇൻകോമും എന്താണ് ഔട്ട്പുട്ട് ലോജിസ്റ്റിക്സും അതൊക്കെയാണ് സംഭവം വെയർ ഹൗസിൽ നടക്കുന്നത് മെയിനായിട്ട്. അതായത് റോ മെറ്റീരിയൽസ് മെയിനായിട്ട് വെയർ ഹൗസിൽ ഫംഗ്ഷൻ വെച്ചാൽ റോ മെറ്റീരിയൽസ് വരും, ഫിനിഷ് ഗുഡ്സ് വരും, അത് സൈഡിൽ കൂടെ ഔട്ട് പോകും. പിന്നെ സ്റ്റോർ ചെയ്യുക, സോർട്ട് ചെയ്യുക, അലോക്കേഷൻ ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ട് വെയർ ഹൗസിൽ വരുന്ന പർപ്പസ്. അത് ഒട്ടുമിക്ക എല്ലാ വെയർ ഹൗസിലും ഈ പർപ്പസ് തന്നെ ഉണ്ടാവുള്ളൂ. സ്ഥലത്ത് പോയാന്ന് വെച്ചാൽ അവിടെ മെയിനായിട്ട് അവിടെ പണി എല്ലാം പഠിക്കുക, അവിടെ നിന്ന് എല്ലാം പഠിക്കുക. ഫസ്റ്റ് ടൈം ചെല്ലുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് പണിപ്പെട്ടിരിക്കും. കാരണം ഞാനിപ്പോ ലോഡ് ചെയ്തിട്ടുണ്ട്, അൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാം വണ്ടി വരുമ്പോ നമ്മൾ ചിലപ്പോൾ ലോഡ് ചെയ്യാൻ പറയും, ചിലപ്പോൾ അൺലോഡ് ചെയ്യാൻ പറയും. അത് ട്രെയിനിങ് സമയത്തിട്ടാ ട്രെയിനിങ് സമയത്ത് നമ്മൾ നല്ലോണം വർക്ക് ചെയ്യും. ആൾക്കാർ വർക്ക് ചെയ്യിപ്പിക്കും ഓൾറെഡി. അങ്ങനെയല്ലോ. പിന്നെ നമ്മൾ പണി പഠിച്ച് പിന്നെ നമ്മളവിടുത്തെ മെയിൻ അതായത് നമുക്ക് എല്ലാ പണി അറിയാന്ന് വെച്ചാൽ നമുക്ക് അവസരം കിട്ടും. പിന്നെ നമ്മളെ അണ്ടറിലാണ് അടുത്ത ടീംസ് വരിക. നമ്മളെ മെയിനായിട്ട് വർക്ക് ചെയ്ത് പഠിക്കുക. ട്രെയിനിങ് ചെയ്ത സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. പിന്നെ ഞാൻ പറഞ്ഞ എല്ലാവരും എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഉണ്ടാക്കി വെക്കുക. അതായത് നമുക്ക് എനിക്കിപ്പോ കല്യാണ എക്സ്പീരിയൻസിന്റെ വാല്യൂ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇവിടെ 25 സ്റ്റാർട്ടിങ് സാലറി കിട്ടിയത്. പ്ലസ് 40 ഒരിക്കലും കിട്ടില്ല. പിന്നെ അത് ഫ്രഷറാ. ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഫ്രഷറിന്റെ സ്റ്റൈലിൽ ഞാൻ പറയാം മാക്സിമം പോയി 15,000 കിട്ടുള്ളൂ, 15 കിട്ടുള്ളൂ. 12,500, 13,500 ആ ലെവലിൽ ഒരു ഫ്രഷ് സർന്ന് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ അവിടെ എക്സ്പീരിയൻസ് ആയോ, നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വാല്യൂ